ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും ഹോൺ മുഴക്കണം. ഹോൺ മുഴക്കാവുന്നതാണ്. ഹോൺ മുഴക്കരുത്. ഉത്തരം നിർബന്ധമായും ഹോൺ മുഴക്കണം. വളവിൽ ഓവർടേക്ക് ചെയ്യാൻ അനുവദനീയമാണ്, അനുവദനീയമല്ല, ശ്രദ്ധയോടെ ചെയ്യാവുന്നതാണ്. ഉത്തരം അനുവദനീയമല്ല. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വലതുവശത്തേക്ക് റോഡുണ്ട്. നിർബന്ധമായും വലതുവശത്തേക്ക് തിരിഞ്ഞു പോകണം. വലതുവശത്തേക്ക് തിരിയാൻ പാടില്ല. ഉത്തരം നിർബന്ധമായും വലതുവശത്തേക്ക് തിരിഞ്ഞു പോകണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പ്രൈവറ്റ് വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഓടിക്കാൻ അനുവാദമുണ്ട്. എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഉത്തരം എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നിരോധനം അവസാനിച്ചിരിക്കുന്നു. മുമ്പിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഹോൺ നിരോധിച്ചിരിക്കുന്നത് ആരാധനാലയങ്ങളുടെ അടുത്ത്, ആശുപത്രി, കോടതി പരിസരം, പോലീസ് സ്റ്റേഷന് സമീപം. ഉത്തരം ആശുപത്രി, കോടതി പരിസരം. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുമ്പോട്ട് പോകാം, വൺ വേ റോഡ്, ഇരുദിശയിലും പോകാം. ഉത്തരം വൺ വേ റോഡ്. റിയർവ്യൂ മിററിൻ്റെ ഉപയോഗം ഡ്രൈവർക്ക് മുഖം നോക്കാൻ, പുറകിൽ നിന്നും വരുന്ന വാഹനം കാണാൻ, പിൻസീറ്റിലിരിക്കുന്നവരെ കാണാൻ. ഉത്തരം പുറകിൽ നിന്നും വരുന്ന വാഹനം കാണാൻ. ഈ ചിഹ്നം തിരിച്ചറിയുക. മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കാറുകളും മോട്ടോർ ബൈക്കുകളും നിരോധിച്ചിരിക്കുന്നു. കാറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു. ഉത്തരം കാറുകളും മോട്ടോർ ബൈക്കുകളും നിരോധിച്ചിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടി കയറുകയോ അതിൽ നിന്നും ചാടി ഇറങ്ങുകയോ ചെയ്യുന്നത് ബസ്സിൽ അനുവദനീയമാണ്. ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ്. ഒരു വാഹനത്തിലും അനുവദനീയമല്ല. ഉത്തരം ഒരു വാഹനത്തിലും അനുവദനീയമല്ല. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ട്രക്ക് നിരോധിച്ചിരിക്കുന്നു, ബസ് നിരോധിച്ചിരിക്കുന്നു, ഹെവി വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം ട്രക്ക് നിരോധിച്ചിരിക്കുന്നു. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നത് വളവിൽ, ഫുട്പാത്തിൽ, പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ. ഉത്തരം പാർക്കിംഗ് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു, സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു, എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു. ഉത്തരം കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. വാഹനങ്ങളിൽ ഇന്ധനം നിറക്കുമ്പോൾ കാറ്റ് ചെക്ക് ചെയ്യാൻ പാടില്ല, പുകവലി പാടില്ല, ലൈറ്റുകൾ തെളിയിക്കാൻ പാടില്ല. ഉത്തരം പുകവലി പാടില്ല. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് കുട്ടികൾ കടക്കുവാൻ പാടില്ല,
കാൽനടക്കാർക്ക് കടന്നു പോകാം. കാൽനടക്കാർക്ക് നിരോധനം. ഉത്തരം കാൽനടക്കാർക്ക് നിരോധനം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഗവൺമെൻറ് ഓഫീസുകളിൽ, പോലീസ് സ്റ്റേഷനിൽ, വാഹനമോടിക്കുമ്പോൾ. ഉത്തരം വാഹനമോടിക്കുമ്പോൾ. ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് വലതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇടത്തോട്ട് തിരിയാം. ഇടത്തോട്ട് തിരിയാൻ പാടില്ല. ഉത്തരം ഇടത്തോട്ട് തിരിയാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യുന്നത് താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ നിരോധിച്ചിരിക്കുന്നു. മുമ്പിലുള്ള റോഡ് ശരിയായി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ, മുമ്പിലുള്ള റോഡ് ശരിയായി കാണാൻ പറ്റുന്ന സാഹചര്യത്തിൽ, റോഡിൻ്റെ മധ്യഭാഗം ഇടവിട്ട് വെള്ളരേഖ വരച്ചിട്ടുള്ളപ്പോൾ. ഉത്തരം മുമ്പിലുള്ള റോഡ് ശരിയായി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ഈ ചിഹ്നമുള്ള സ്ഥലങ്ങളിൽ 50 കിലോമീറ്റർ വേഗതയിൽ കൂടാതെ വാഹനമോടിക്കുക. 50 കിലോമീറ്റർ വേഗതയിൽ വാഹനമോടിക്കുക. 50 കിലോമീറ്റർ വേഗതയിൽ കുറയാതെ വാഹനമോടിക്കുക. ഉത്തരം 50 കിലോമീറ്റർ വേഗതയിൽ കൂടാതെ വാഹനമോടിക്കുക. കാൽനടയാത്രക്കാർക്ക് വളവുകളിൽ വെച്ചോ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ മുന്നിൽ കൂടിയോ പിന്നിൽ കൂടിയോ റോഡ് മുറിച്ച് കടക്കരുത്. എന്തുകൊണ്ട്? വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട്, മറ്റു യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് കൊണ്ട്, ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയുകയില്ല എന്നതുകൊണ്ടും, വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണാൻ കഴിയുകയില്ല എന്നതുകൊണ്ടും. ഉത്തരം ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയുകയില്ല എന്നതുകൊണ്ടും, വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് റോഡ് മുറിച്ച് കടക്കുന്നവരെ കാണാൻ കഴിയുകയില്ല എന്നതുകൊണ്ടും. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. ഇവിടെ യോജിക്കുന്ന സൈൻ ബോർഡ് കണ്ടെത്തുക. നിങ്ങളുടെ ഉത്തരം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.